ഹൗസോ ഹൗസോ എവറാ എന്റെ മുതലാളി? അവിടെ എങ്ങനെ കാണും? ഇറങ്ങി വാടോ ഹൗസോ. നീയായിരുന്ന എന്താടാ ഒരു പുച്ഛം? എന്തിനടാ പാവം കോഴികളെ പേടിപ്പിക്കണ്? കോഴികളെ മാത്രല്ല അന്നെയും പേടിപ്പിക്കാനാ വന്ന്. വേണ്ടി വന്നാ തീർക്കാനും. എന്താ തീർക്കടാ, തീർക്ക്. അവന്റെ കാശുണ്ടായിരുന്നപ്പോ അവൻ എനിക്ക് തന്ന്. എന്റെ കാശുണ്ടായ ഞാൻ തിരിച്ചു കൊടുക്കും. അത് എവിടുത്തെ മര്യാദയാണോ? എന്റെ മൊലാളിന്റെ അടുത്ത് പൈസ ഇറന്ന് വാങ്ങിയപ്പോ എന്താ പറഞ്ഞ്? ക്രിസ്മസ് ആണ്, 2 ലോഡ് കോഴി ഇറക്കി കഴിഞ്ഞാൽ ഇരട്ടി ലാഭം കിട്ടും, അത് കഴിഞ്ഞാൽ പലിശ ഇറക്കാൻ തിരിച്ചു തരാന്ന്. എന്നിട്ട് 5 മാസമായി. എന്നിട്ട് ചറ്റവർത്താനം പറയണ പന്നിയെ. കാശ് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. തരും. എപ്പ തരും? കാശാവുമ്പോ തരും. നീ പോയാ കടൽ കൊള്ളക്കാരനോട് പറഞ്ഞേക്കടാ. കൊളക്കോഴി കൊളക്കോഴി നിങ്ങളെ വാപ്പ. ഓടാ ഓറ്റൊന്ന് വീണ അളിഞ്ഞ ചാളി നടന്നവനാ. നീ കൂട്ടിക്കിടക്കണ കോഴീനെ പിടിച്ച് കഴുത്ത് കടിച്ച് ഈ പാട്ടായിട്ട് പിടപ്പിക്കണ പോലെ നിന്റെ വീട്ടിൽ കയറി കുരക്കിന് പിടിച്ചിട്ട് മൊനമ്മ കിടപ്പുറത്തുകൊണ്ട് കഴുത്തി വെച്ച് പൊട്ടിക്കും ഞാൻ. അറിയൂടാ? മുട്ടിന്റെ ചേട്ടയ്ക്ക് നോക്കി പൊട്ടിക്കും മുതലാളി, പൊട്ടിക്കും. ശരിക്കും പൊട്ടിക്കും. ആ കണ്ട കാശ് ഇപ്പൊ വരും, നീ നോക്കിക്കോ. കാശ് വരും, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരൂല. നീയൊക്കെ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അതെ. ഇത് കണ്ടോ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പാണിത്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ നീ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. എന്റെ ശവം നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. ഇന്നടാ ഫോട്ടോ സാറ്റ് കൊണ്ടായി വായിക്കടാ. ഒറിജിനൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇത്? മുതലാളി, ഇതാണ് ആത്മഹത്യക്കുറിപ്പ്. ഇയാളെങ്ങനെ ആത്മഹത്യ ചെയ്താ മുതലാളി അകത്താവും. കുബേരക്കുള്ള സമയ. തൽക്കാലം 2 പഞ്ച് ഡയലോഗ് അടിച്ചു കൊടുത്ത് മുങ്ങ. നാളെ 10 മണിക്ക് ഇവൻ വരും. തീർത്തേക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. നാളത്തേക്ക് ബാക്കി ഉണ്ടാവോ? മുതലാളി, ഇന്ന് വണ്ടി ഞാൻ ഓടിക്കട്ടെ. സ്റ്റിയറിംഗ് തൊട്ട കൊല്ലും ഞാൻ. ഡോറ് തുറക്കടാ. കോഴിക്കോട് നിന്ന് മീൻ പിടിക്കാൻ വന്ന ബോട്ട് കൊച്ചിയിലെടുത്തപ്പം ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു കയറാമെന്ന് വിചാരിച്ച ഞാൻ തിരിച്ചു കയറാൻ നോക്കിയപ്പം 10-250 ബോട്ടിൻ്റെ ഇടയിൽ ഞാൻ വന്ന ബോട്ട് ഏതാണെന്ന് മനസ്സിലാവാതെ പകച്ചു നിന്നു. അപ്പം മുതലാളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡ്രൈവിംഗ് അറിയെങ്കിൽ കൂടെ കുടിക്കുമെന്ന്. അന്ന് മുതൽ മുതലാളിൻ്റെ നിഴൽ പോലെ ഞാൻ കൂടെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റയറിംഗ് ഒന്ന് തൊടാൻ മുതലാളിൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ടോ? അതിനൊക്കെ സമയമുണ്ടാ? എനിക്കുണ്ട് മുതലാളി, ഇങ്ങനത്തെ വണ്ടിക്ക് ഓടിക്കാൻ ആഗ്രഹം. ആശയ്ക്ക് ഒരാളെ വേണം ജാക്സ.